സുഹൃത്തുക്കളെ, ഞാൻ എബി തച്ചിൽ. എൻ്റെ കഥാമാല ചാനലിലെ കഥകൾ എൻ്റെ സ്വന്തം കഥകളാണ്. ഇവയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കഥയുടെ പേര് മ്യൂട്ടേഷൻ. കഥ കേൾക്കാം. മ്യൂട്ടേഷൻ. നിങ്ങളിവിടെ പേപ്പറും നിർത്തിയിരുന്നോ? ഇന്നലെ എൻ്റെ സാരിയാണ് കടിച്ചു കീറിയത്. കെട്ടിലമ്മ കോമരം തുള്ളുകയാണ്. ഞാൻ കേൾക്കാത്ത പോലെ ഇരുന്നു. കുറെ കൂടെ കഴിയട്ടെ. അവൾ അടുക്കളയിലേക്ക് ചവിട്ടി മെതിച്ചു പോയി. ഞാൻ ഒന്നുകൂടി സ്ഥിതി വിവരക്കണക്കുകളിൽ കണ്ണോടിച്ചു. ഇതെവിടേക്കുള്ള പോക്കാണ്? ചരിത്രത്താളുകളിലെ മഹാമാരികൾ നിഷ്പ്രഭമായിരിക്കുന്നു. കൊറോണയുടെ സംഹാരതാണ്ഡവം. അതാ വരുന്നു അവളുടെ കാലടി ശബ്ദം. രണ്ടാം വരവ്. വർദ്ധിത വീര്യത്തോടെയായിരിക്കും ഇത്തവണ. സുനാമി. ഇത്തവണ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ടായിരുന്നു ഭാഷണം. നിങ്ങളോട് പറഞ്ഞാലും മനസ്സിലാവില്ലേ. തലയിൽ കൊറോണ മാത്രം. എലി 11 തരം രോഗങ്ങളാണ് പരത്തുന്നത്. വലിയ വായനക്കാരനല്ലേ, ഞാൻ പറഞ്ഞു തരണോ ഇതൊക്കെ? പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. സ്റ്റോറിൽ അവൻ കാട്ടിക്കൂട്ടിയ വിക്രസുകൾ നിസ്സാരമായിരുന്നില്ല. കടിച്ചു കീറിയ കടലാസ് തുണ്ടുകൾ എങ്ങും. തുണി സഞ്ചി കടിച്ചു കീറി അതിലിരുന്ന പരിപ്പും കടലയും ശർക്കരയും നിലത്ത് ചിതറിക്കിടക്കുന്നു. ഒരു കുപ്പി തുളച്ച് അതിലെ വെളിച്ചെണ്ണ തളം കെട്ടി നിൽക്കുന്നു. ശ്രീമതി അരയ്ക്ക് 2 കൈയും കൊടുത്ത് എന്നെ ജ്വലിച്ച കൺകൊണ്ട് നോക്കി നിന്നു. ഇതെല്ലാം എൻ്റെ ചെയ്തികളാണെന്ന് തോന്നുന്നു. ഒരു വടി കൈക്കലാക്കി ഞാൻ സംഹാരത്തിനൊരുങ്ങി. സാമാനങ്ങളെല്ലാം പുറത്തെടുത്തു. സ്റ്റോറിൻ്റെ വാതിലടച്ച് രക്ഷാമാർഗം തടഞ്ഞു. ചുമരിൻ്റെ മൂലയിൽ ഒരു വലിയ ദ്വാരം. ഇത് തന്നെ അവൻ്റെ ഒളിത്താവളം. കാഴ്ചയിൽ വേറെ സാധ്യതകളൊന്നുമില്ല. മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് യുദ്ധത്തിനൊരുങ്ങി. ചുമരിൻ്റെ പൊത്തിൽ വടിയിട്ട് ഇളക്കി. ഒന്നും തടയുന്നതായി തോന്നിയില്ല. അകത്തോട്ട് കുറേ പോയിരിക്കുന്നു. താഴെ കുത്തിയിരുന്ന് വടി ആവുന്നത്ര ഉള്ളിലേക്ക് കയറ്റി. അവിടെ ഇവിടെ കുത്തി നോക്കി. എന്തോ മൃദുവായ പ്രതലത്തിൽ തൊടുന്നുണ്ട്. പുറത്ത് ചാടിക്കണമല്ലോ. ഞാൻ ആഞ്ഞു കുത്തി. അകത്തു നിന്നൊരു ചീറ്റൽ. ഇനി പാമ്പാണോ അകത്ത്? ഉള്ളിൽ പൊത്തിന് ഏറെ ആഴമുണ്ട്. പക്ഷേ വായു വലുപ്പം കുറവ്. കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചുറ്റിക പ്രയോഗം നടത്തി വായു വലുതാക്കി. ഞാൻ വാച്ചിൽ നോക്കി. പുറത്ത് ഇരുട്ടായി കഴിഞ്ഞു. മണിക്കൂർ 1.5 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വടിപ്രയോഗം തുടർന്നു. ഇത്തവണ കുറെ കൂടെ വണ്ണമുള്ള ഒന്നുകൊണ്ട്. ചീറ്റൽ ഉച്ചത്തിലായി വരുന്നു. ഓരോ തവണയും മാംസത്തിൽ കുത്തുന്ന പ്രതീതി. അകാരണമായ ഒരു ഭയം എന്നെ ഗ്രസിച്ചു. എന്നിട്ടും വിയർത്തൊലിച്ച യത്നം തുടർന്നു. പുറത്ത് ചാടിക്കാനായില്ലെങ്കിൽ അകത്തു വെച്ച് തന്നെ കശാപ്പ് ചെയ്തേക്കാം. സർവശക്തിയോടെ ആഞ്ഞുകുത്തി. അതിരൂക്ഷമായൊരു ദുർഗന്ധം മുറിയിൽ നിറഞ്ഞു. ഞാൻ നിർത്താതെ ചുമച്ചു. വടിയിൽ പിടിച്ചിരുന്ന ഞാൻ പുറകോട്ട് മറിഞ്ഞു വീണു. അകത്തുനിന്ന് എന്തോ വരുന്നു. ഭീകരമായൊരു സീൽക്കാരം. നിലത്ത് കിടന്ന് ഞാൻ ഭയപ്പാടോടെ നോക്കി. ചുമര് തകർത്തുകൊണ്ട് എന്തിൻ്റെയോ വരവാണ്. ഞാൻ ഞെട്ടി വിറച്ചു. ഭീമാകാരമായൊരു ഗോളം ഉരുണ്ട് പുറത്തു വന്നു. അതിൻ്റെ ഗോളാകൃതിക്ക് ചുറ്റും അസംഖ്യം നീണ്ട കൈകൾ. ആരെയോ എത്തിപ്പിടിക്കാൻ വെമ്പുന്ന പോലെ അവ ഇളകിക്കൊണ്ടിരിക്കുന്നു. അവയ്ക്കിടയിൽ അങ്ങിങ്ങ് തള്ളി നിൽക്കുന്ന ചെറിയ മാംസഗോപുരങ്ങൾ. അതിൻ്റെ മാംസാവരണത്തിന് മേലെ സുതാര്യമായ ഒരു പാട. തട്ടിപ്പിടഞ്ഞ് എഴുന്നേക്കാൻ എനിക്കായില്ല. തളർന്ന ശ്വാസകോശങ്ങളിൽ എൻ്റെ നിലവിളി കുരുങ്ങിക്കിടന്നു. ആ തണുത്തുറഞ്ഞ കൈകൾ എനിക്കെതിരെ നീണ്ടുവരുന്നു. അർദ്ധപ്രജ്ഞനായി ഞാൻ കിടന്നു. ഇത് എലിയല്ല, പരിണാമത്തിൻ്റെ ഏതോ വഴിപിഴച്ച സന്തതി. അപ്പോൾ ഇതാണ് കഥ. കഥ ഇഷ്ടപ്പെട്ടില്ലേ? കൂടുതൽ കഥകൾ നമുക്ക് അടുത്ത തവണ കേൾക്കാം.